ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാർപ്പഡയം. കാർപ്പഡയത്തിൻ്റെ മറ്റൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. വീഡിയോ നോക്കാം. ഈ വീഡിയോയിൽ നോക്കുന്നത് കഴിഞ്ഞ ദിവസം ശനിയാഴ്ച നടന്ന LDCയുടെ കട്ട് ഓഫാണ്. കണ്ണൂർ ജില്ലയിലും കൊല്ലം ജില്ലയിലാണ് എക്സാം നടന്നത്. മുൻപത്തെ കട്ട് ഓഫ് എത്രയായിരുന്നു, ഈ ഒരു എക്സാമിൽ എത്ര കട്ട് ഓഫ് പ്രതീക്ഷിക്കാം എന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ് മുൻപ് ചെയ്തിരുന്നു. കാണാത്തവർ അത് കാണുക. ഈ ഒരു കൊല്ലം കണ്ണൂർ ജില്ലയിലെ എക്സാം എങ്ങനെയായിരുന്നു, അതുപോലെ എത്ര മാർക്ക് ലഭിക്കും എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് നമുക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. മലയാളം ഭാഗത്തു നിന്ന് 10 മാർക്കിനായിരുന്നു ചോദ്യം. ഇംഗ്ലീഷ് ഭാഗത്തു നിന്ന് 10 മാർക്ക്, മാത്സ് മെൻ്റൽ എബിലിറ്റി 10, GK അതേഴ്സ് 70 മാർക്ക്, കറണ്ട് അഫയേഴ്സ് അടക്കം 70 മാർക്ക്. അങ്ങനെ 100 മാർക്കിനായിരുന്നു എക്സാം. അതിൽ മലയാളം ഭാഗത്തിൽ നിന്നും 5 മുതൽ 8 മാർക്ക് വരെ നേടാൻ കഴിയും. ഏറ്റവും കുറഞ്ഞത് ഒരു 5 മാർക്ക് വരെ നേടാൻ കഴിയും. 8 മാർക്ക് വരെ ആവറേജ് ഒരു സ്കോറായിട്ട് തന്നെ നേടാൻ കഴിയും. അത്ര ടഫായിരുന്നില്ല എന്ന് പറയാം. ഇംഗ്ലീഷും അതുപോലെ തന്നെ 5 മുതൽ 7 മാർക്ക് വരെയൊക്കെ സ്കോർ ചെയ്യാൻ കഴിയുന്നതായിരുന്നു. മാത്സ് മെൻ്റൽ എബിലിറ്റിയിൽ 10 മാർക്കിൽ 5 മുതൽ 7 വരെ നേടാൻ കഴിയുമായിരുന്നു. GK മറ്റു വിഭാഗത്തിൽ നിന്നും 35-നും 38-നും ഇടയ്ക്കുള്ളൊരു മാർക്ക് ആവറേജ് സ്കോറായിട്ട് നേടാൻ കഴിയും. അങ്ങനെ നോക്കിയാൽ ടോട്ടൽ നമുക്ക് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ഏറ്റവും കൂടുതൽ മാർക്ക് വരാൻ പോകുന്നത് 50-നും 60-നും ഇടയ്ക്കായിരിക്കും. 50 മുതൽ 60 വരെയുള്ള മാർക്കിലായിരിക്കും കൂടുതൽ ആളുകൾ വരാനുള്ള ചാൻസ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ഓഫ് അനലൈസ് ചെയ്യാൻ കഴിയുക നമുക്ക്. മലയാളം ടഫായിരുന്നില്ല, ഇംഗ്ലീഷും ടഫായിരുന്നില്ല, മാത്സ് മെൻ്റൽ എബിലിറ്റി ടഫായിരുന്നില്ല. GKയിൽ പല ഭാഗത്തും കുറച്ച് ടഫായതും കുറച്ച് സ്കിപ്പ് ചെയ്ത് പോകേണ്ടത് നമുക്ക് ചെയ്യാൻ സംശയം വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു. കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് തിരുവനന്തപുരം പോലെയല്ല, അതിലേറെ കുറച്ചുകൂടി കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിൻ്റെ അത്ര കട്ട് ഓഫ് വരില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം. കട്ട് ഓഫ് എത്രമാത്രം വരുമെന്നുള്ളത് ആളുകളുടെ പെർഫോമൻസിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് നിൽക്കുന്നത്. മുൻപത്തെ കട്ട് ഓഫ് നോക്കിയാലും നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും. എങ്കിലും എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്രാവശ്യം കണ്ണൂരിനും കൊല്ലത്തിനുമാണ് സെയിം ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാവും. പിന്നെ കണ്ണൂർ ജില്ലയിലുള്ള വേക്കൻസികളുടെയും അതുപോലെ കൊല്ലം ജില്ലയുടെ വേക്കൻസിയും കൊല്ലം ജില്ലയിലെയും കണ്ണൂർ ജില്ലയിലെ ആളുകളുടെ പെർഫോമൻസിനനുസരിച്ചും ഒക്കെ ഈ മാർക്ക് വ്യത്യാസപ്പെടാം. കാറ്റഗറി വൈസ് ഒരു കട്ട് ഓഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അങ്ങനെ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് അടുത്തതായിട്ട് കട്ട് ഓഫ് നോക്കാം. ഈ ഒരു എക്സാമിന് ജില്ലാ വൈസ് കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ മുമ്പ് കട്ട് ഓഫ് കഴിഞ്ഞ വർഷം കട്ട് ഓഫ് 2022 വന്ന ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് 54.67 ആയിരുന്നു. 54.67 ആയിരുന്നു മുൻകാലത്തെ കട്ട് ഓഫ്. അത് കണ്ണൂർ ജില്ലയിൽ 55.63 ആയിരുന്നു. കണ്ണൂർ ജില്ലയിൽ 55.63 ആയിരുന്നു. കണ്ണൂർ ജില്ലയിലായിരുന്നു കൂടുതൽ. അത് ക്വസ്റ്റ്യൻ പേപ്പറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടോ അത് അവിടുത്തെ വേക്കൻസിക്ക് അനുസരിച്ചൊക്കെയാണ്. കൊല്ലം ജില്ലയിൽ 54.67, കണ്ണൂർ ജില്ലയിൽ 55.33. നമുക്ക് കൊല്ലം ജില്ലയിൽ ഒരു 52-നും 57-നും ഇടയ്ക്കുള്ളൊരു മാർക്ക് പ്രതീക്ഷിക്കും. കൊല്ലം ജില്ലയിൽ ഒരു 52-ന് മുകളിലുള്ളവർക്ക് കട്ട് ഓഫിൻ്റെ മാർക്കിൽ പെടാം. കട്ട് ഓഫ് മാർക്കിൽ പെടുക എന്ന് പറഞ്ഞാൽ ജോലി കിട്ടും എന്നുള്ള ഉറപ്പല്ല. കട്ട് ഓഫിൽ, അതായത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള ഒരു മാർക്കാണ് ഈ 52-നും 57-നും ഇടയ്ക്കുള്ള ഒരു മാർക്കിൽ. മാക്സിമം പോയാൽ 57. അതിനിടയിൽ തന്നെ ഈ ഒരു കട്ട് ഓഫിൽ നിങ്ങൾക്ക് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാം എന്നുള്ളൊരു മാർക്കാണ് പറയുന്നത്. കണ്ണൂർ ജില്ല എടുത്താൽ മുമ്പ് 55.33 ആയിരുന്നു. ആ ഒരു മാർക്ക് ഇപ്രാവശ്യം നമുക്കൊരു 50-നും 55-നും ഇടയിൽ ഒരു മാർക്ക് നേടിയാൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുമെന്ന് തന്നെ വിചാരിക്കാം.
കുറഞ്ഞത് 50, കൂടിയത് 55. ഇത് ഡിലീഷന് മുമ്പുള്ള കാര്യമാണ്. ഇനി ഡിലീഷൻ കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ നമുക്ക് മുന്നോട്ടോ പിന്നോട്ടോ മാറാം. അത് എത്ര ക്വസ്റ്റ്യൻസ് എടുത്ത് കളയും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൻസർക്ക് വെച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കട്ട് ഓഫ് 1-2 മാർക്ക് താഴാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ 52-നും 57-നും ഇടയിൽ കൊല്ലത്തും കണ്ണൂരിൽ 50-നും 55-നും ഇടയ്ക്കുള്ള ഒരു കട്ട് ഓഫാണ്. കുറഞ്ഞ കട്ട് ഓഫ് 50, കൂടിയ കട്ട് ഓഫ് 55. കൊല്ലത്താണെങ്കിൽ അത് കുറഞ്ഞ കട്ട് ഓഫ് 52, കൂടിയ കട്ട് ഓഫ് 57. ഇത് ഇനി കാറ്റഗറൈസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമുക്ക് എല്ലാ ജില്ലയും വന്നിട്ട് ശേഷം നമുക്ക് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് കാറ്റഗറൈസ് നമുക്ക് ചെയ്യാം. ഒരു എത്ര കട്ട് ഓഫ് വരും എന്നുള്ള കാര്യം നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുവരെ കാത്തിരിക്കുക. എന്തെങ്കിലും സംശയങ്ങളും നിങ്ങളുടെ കമൻറ്റുകളും എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയറും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോ, അതുപോലെ കാറ്റഗറി വൈസ് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭ്യമാകും. ആ ബെൽ ബട്ടൺ കൂടി അടിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക എന്ന് മാത്രം പറയുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.